ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയ ഉള്ളി ഹോളായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെയോടൊപ്പം തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സവാള, പച്ചമുളക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് അത് സ്ലോ റോസ്റ്റ് ചെയ്തു അതിലേക്ക് കട്ട് ചെയ്ത ചെറിയ പീസ് ചിക്കൻ ഇടുകയാണ്. ഇത് നമ്മുടെ ചിക്കൻ ഇങ്ങനെ നന്നായിട്ട് വരണ്ട് ഇങ്ങനെ വരികയാണ്. പൊട്ടറ്റോയും കൂടി ഇട്ടു. അപ്പോൾ ഇതിനകത്ത് ഇപ്പോഴൊന്നും വെള്ളം ഒഴിക്കില്ല. ചിക്കൻ ഇതിനകത്തിൻ്റെ ജ്യൂസ് ഇറങ്ങുന്ന വരെ ഇതിനെ വരട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിതിനകത്ത് മിക്സ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ലേശം തക്കാളി ഇതിൻ്റെ മേലെ മാത്രം ഇട്ട് കൊടുക്കുകയാണ്. പറഞ്ഞ് ഈ തക്കാളി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ അത് കുറേ നേരം എടുക്കും മെൽറ്റ് ആവാൻ. പക്ഷേ സ്റ്റീമിലിരുന്ന് കുക്കായിട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്നാവും. സ്റ്റീമിനകത്ത് നേരത്തെ പറഞ്ഞില്ല, തക്കാളി ഇപ്പോൾ സ്റ്റീമിനകത്ത് കുറച്ച് വെള്ളം ഇറങ്ങി. ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ല. ഫ്രഷ് കറിവേപ്പില കൊണ്ട് ഇട്ടു നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇത്തിരി വെള്ളമോടെ ഒഴിച്ച് കുക്കാക്കിയിട്ട് ഉരുളക്കിഴങ്ങ് ഇതിനോടൊപ്പം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ച് തിളയ്ക്കുമ്പോഴത്തേക്ക് ഒന്നാം പാലൊഴിച്ചു. അതിലേക്ക് ലേശം കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ചേർക്കും. അതേപോലെ ഒരു വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയും വത്തൽമുളകും കറിവേപ്പിലിട്ട് താളിക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവി കൂട്ടി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇതൊരു സെമി ഗ്രേവിയിൽ ഉള്ള ഒരു ചിക്കൻ കറിയാണ്.